ജയരാജനെ വിട്ടുകിട്ടണമെന്ന പി ജയരാജനെ കണ്ണൂർ മുൻ ജില്ലാ സെക്രട്ടറി പി ജയരാജനെ വിട്ടുകിട്ടണമെന്ന CBIയുടെ അപേക്ഷ CBI പിൻവലിച്ചു എന്ന വാർത്തയാണ് ഏറ്റവും പുതിയതായി എത്തുന്നത്. ജോഷില ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. ജോഷില, ഇപ്പോൾ എന്താണ് CBI നിരത്തുന്ന വാദങ്ങൾ? പി ജയരാജനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന ജില്ലാ സെഷൻസ് കോടതിയിൽ CBI സമർപ്പിച്ച അപേക്ഷ പിൻവലിച്ചിരിക്കുന്നു. പി ജയരാജന്റെ അഭിഭാഷകൻ ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയാണ്. നമുക്ക് അതിലേക്ക് പോകുന്നതായിരിക്കും കൂടുതൽ ഉചിതം എന്ന് തോന്നുന്നു. തീർച്ചയായും ജോഷില, അഭിഭാഷകന്റെ വാക്കുകൾ. അതിന്റെ ആരോഗ്യസ്ഥിതി മോശമാണ് എന്ന് ഞങ്ങൾ ഉയർത്തിയ വാദം ശരിയാണ് എന്നുള്ള നിലക്കാണ് ഈ വിഡ്രോവൽ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അത് CBI അംഗീകരിച്ചതിലേ തന്നെ ഇപ്പൊ ആരോഗ്യസ്ഥിതി മോശമാണ് എന്നുള്ളത് CBI അംഗീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് വിഡ്രോവൽ ഉണ്ടാകുക. അല്ലാതെ CBI നേരത്തെ ഉയർത്തിയ വാദം പി ജയരാജൻ ആരോഗ്യസ്ഥിതിയിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നായിരുന്നു. ഇപ്പോൾ അവർ കൺസീഡ് ചെയ്ത ഒരു നിലയാണ് പൊതുവെ ഉള്ളത്. മാത്രമല്ല ഇന്നിപ്പോ 16 മുതൽ 3 ദിവസം എന്ന് പറയുന്ന ആ പീരീഡും ആ ഹർജി ഓട്ടോമാറ്റിക്കലി തള്ളേണ്ട ഒരു അവസ്ഥ തന്നെ ഉണ്ട്. അതിന് 16 മുതലാണ് ചോദിച്ചത്, ടൈം കഴിഞ്ഞിരിക്കുന്നത്. അജിൻ സർ, അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ പി ജയരാജന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് കെ കൃഷ്ണനാണ് ഇപ്പോൾ പ്രതികരിച്ചത്. എന്തായാലും കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന ആവശ്യം CBI ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മെഡിക്കൽ റിപ്പോർട്ട് ഹാജരാക്കാത്ത സാഹചര്യത്തിൽ സൂപ്രണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ബോർഡിന്റെ ഒരു തീരുമാനം അറിഞ്ഞതിനു ശേഷം മാത്രമേ മെഡിക്കൽ റിപ്പോർട്ട് ഹാജരാക്കാൻ കഴിയൂ എന്ന് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് കോടതിയിൽ CBI അപേക്ഷ പിൻവലിക്കാൻ ഉണ്ടായ സാഹചര്യം. തീർച്ചയായും അദ്ദേഹത്തിന്റെ ഹൃദയാരോഗ്യം സംബന്ധിച്ച് പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടർമാർ നൽകിയ വിവരം പ്രകാരം നോക്കുമ്പോൾ തന്നെ ഹൃദയാരോഗ്യം വളരെ ദുർബലമാണ്. ഒരു ചെറിയ സമ്മർദ്ദം പോലും താങ്ങാനാകാത്ത വിധം അദ്ദേഹത്തിന്റെ ഹൃദയം ദുർബലമാണ്. ഇത്തരത്തിലാണ് ആരോഗ്യ വിദഗ്ധർ നൽകിയത്. ആ ഡോക്ടറെ പോലും വിളിച്ചു വരുത്തി മൊഴിയെടുക്കണം എന്ന നീക്കമാണ് CBIയുടെ ഭാഗത്ത് നിന്ന് ആദ്യഘട്ടത്തിൽ ഉണ്ടായത്. ജോഷില, ഇവിടെ പ്രധാനപ്പെട്ട ഒരു വസ്തുത ഒരുപക്ഷെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് അതിനകത്ത് മറ്റൊരു മാർഗങ്ങൾ CBIക്ക് തേടാനാകത്തില്ല എന്നതുകൂടി വിജയകരമായി ഇവിടെ കാണാനാകുമോ അവരുടെ ഭാഗത്തുനിന്ന്, പി ജയരാജന്റെ ഭാഗത്ത് നോക്കുമ്പോൾ, ആ അഭിഭാഷകൻ പറഞ്ഞത് മുഴുവനായി കേൾക്കുമ്പോൾ? തീർച്ചയായും അജിൻ ഷാ, നേരത്തെ തന്നെ ഡോക്ടർ അഷ്റഫ് നൽകിയ റിപ്പോർട്ടിൽ പരിയാരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ അഷ്റഫ് നൽകിയ റിപ്പോർട്ടിൽ അദ്ദേഹത്തിന് പി ജയരാജന് മാനസികമായ സംഘർഷങ്ങളും അതുപോലെ സമ്മർദ്ദങ്ങളും താങ്ങാനാവില്ല എന്നുള്ളത് കൂടി ചേർത്തിരുന്നു. അതുകൊണ്ട് തന്നെ പ്രത്യേകം സജ്ജീകരിച്ച ആംബുലൻസിലായിരുന്നു അദ്ദേഹത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. അവിടെ ഇന്ന് മെഡിക്കൽ ബോർഡ് ചേരും. 11 മണിയോടെ മെഡിക്കൽ ബോർഡ് ചേരും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ ബോർഡിന്റെ തീരുമാനം, അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള കൃത്യമായ ഒരു തീരുമാനം മെഡിക്കൽ ബോർഡ് ജയിൽ സൂപ്രണ്ടിന് നൽകും. കണ്ണൂർ ജില്ലാ ജയിൽ സൂപ്രണ്ടിന് ഈ ബോർഡിന്റെ തീരുമാനം അറിഞ്ഞതിന് ശേഷം മാത്രമേ കൃത്യമായ ഒരു റിപ്പോർട്ട് കോടതിയിൽ നൽകാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ട് ഒരാളെ കസ്റ്റഡിയിൽ വിടുക എന്നുള്ളത് നിയമപരമായി അത്രത്തോളം പ്രായോഗികമല്ല എന്നുള്ള ഒരു സാഹചര്യത്തിൽ CBI കസ്റ്റഡിയിൽ കിട്ടണമെന്ന CBIയുടെ അപേക്ഷ തള്ളാനുള്ള സാഹചര്യം കൂടിയുണ്ട്. ആ സാഹചര്യം വെച്ചുകൊണ്ട് തന്നെയാണ് CBI മുൻകൂട്ടി ഇത്തരത്തിൽ ഒരു നിയമ നടപടിയിലേക്ക് പോയിട്ടുള്ളത്. അതായത് ശരിയാണ്, അത്തരത്തിൽ നിയമപരമായ ഒരു ആംഗിൾ കൂടി അതിനുണ്ട്. ഒരുപക്ഷെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് ജയരാജൻ ആദ്യം സമീപിക്കുന്ന ഘട്ടത്തിൽ ജയരാജൻ പ്രതിയല്ല എന്ന് പറഞ്ഞ CBI മണിക്കൂറുകൾക്ക് ശേഷമാണ് പ്രതിയാണെന്ന് വരുത്തുകയും ചെയ്തത്. ഒരുപക്ഷെ മുൻകൂർ ജാമ്യാപേക്ഷയെ തള്ളാനുള്ള CBIയുടെ തന്ത്രമായിട്ടാണ് പി ജയരാജന്റെ അഭിഭാഷകർ അടക്കം അതിനെ വിലയിരുത്തിയെന്നത്. ഈ ഘട്ടത്തിൽ ആരോഗ്യസ്ഥിതി മോശമായ ഒരു വ്യക്തിയെ ഇങ്ങനെ ചോദ്യം ചെയ്യാൻ വിട്ടുകിട്ടാനുള്ള CBIയുടെ തിരിച്ചടി, അതിനെ മറികടക്കാനുള്ള CBIയുടെ പുതിയ തന്ത്രമായിട്ടാണോ അഭിഭാഷകർ അതിനെ വിലയിരുത്തുന്നത്? ജോഷില. തീർച്ചയായും അജിം ഷാ, അത്തരത്തിലൊരു തന്ത്രമായിട്ട് തന്നെയാണ് പി ജയരാജന്റെ അഭിഭാഷകരടക്കം ഇതിനെ കാണുന്നത്. അതായത് ഇന്ന് ആരോഗ്യനില കണക്കിലെടുത്തുകൊണ്ട് ആരോഗ്യപരമായ റിപ്പോർട്ട് വരുന്ന സാഹചര്യത്തിൽ ആശുപത്രിയിൽ കിടക്കുന്ന ഒരാളെ, അതായത് ഹൃദയ സംബന്ധമായ രോഗം വന്ന് ആശുപത്രിയിൽ കിടക്കുന്ന ഒരാളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുക എന്നുള്ളത് പ്രാബല്യത്തിൽ വരുന്ന കാര്യമായിരിക്കില്ല. കോടതി അത്തരമൊരു സാഹചര്യത്തിലേക്ക് നീങ്ങില്ല എന്നുള്ള ഒരു മുൻവിധി CBIക്കുണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ, അതായത് അപേക്ഷ തള്ളരുത്, കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന അപേക്ഷ തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്, അത് തങ്ങൾക്ക് ക്ഷീണം ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് CBI പോയിട്ടുള്ളത് എന്നുള്ളതാണ് പി ജയരാജന്റെ അഭിഭാഷകനടക്കം അല്പസമയം മുമ്പ് ഞങ്ങളോട് സംസാരിച്ചിട്ടുള്ളത്.
തീർച്ചയായും വളരെ നിർണായകമായ വഴിത്തിരിവ്. പി ജയരാജൻ കേസിൽ ക്ഷമിക്കണം, കതിരൂർ മനോജ് വധക്കേസുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കപ്പെട്ട പി ജയരാജൻ്റെ സംഭവവുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. ഇതുവരെ ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തണം എന്ന് ആവശ്യപ്പെട്ടിരുന്ന CBI അതിൽ നിന്നും പിന്മാറിയിരിക്കുന്നു. പി ജയരാജനെ ചോദ്യം ചെയ്യാൻ ആരോഗ്യസ്ഥിതി വഷളായതിനാൽ പി ജയരാജനെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല എന്ന വാദമാണ് ഇപ്പോൾ കോടതിയിൽ CBI അറിയിച്ചിരിക്കുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങളാണ് ജോഷില നൽകി.